കൊച്ചി മെട്രോയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. മെട്രോയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അപേക്ഷ നൽകിയത് എന്നും ഇതിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്നും KMRL വ്യക്തമാക്കിയിരുന്നു. അതായത് KMRLന്റെ MD ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റയാണ് KMRLന്റെ പേര് മാറ്റി കേരളം മെട്രോ എന്ന നിലയിലേക്ക് പരിവർത്തനം ചെയ്യണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതിൽ മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണം വന്നത് അങ്ങനെ ഒരു നീക്കവുമില്ല, അതിനുള്ള ആലോചനയുമില്ല എന്നുള്ളതായിരുന്നു. മാത്രവുമല്ല, സർക്കാർ സംവിധാനങ്ങളുമായി കൂടിയാലോചിക്കാതെ ഈ വാർത്ത പുറത്തുവിട്ടതിലുള്ള നീരസവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് KMRLന്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തുന്നത്. അതായത് കേരളത്തിലെ കൊച്ചിയിലെ മെട്രോ പ്രൊജക്റ്റിനെ അല്ല, മറിച്ച് ആ പ്രൊജക്ടിന് അടക്കം നേതൃത്വം നൽകുന്ന കമ്പനിയുടെ പേര് മാറ്റുക എന്നതാണ് ഉദ്ദേശിച്ചത് എന്നത്. സർക്കാർ തീരുമാനം പറയാതെ പേരുമാറ്റത്തിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകില്ല എന്നും മെട്രോ അറിയിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ എതിർപ്പ് പരസ്യമാക്കിയതോടെയാണ് പേരുമാറ്റത്തിൽ നിന്ന് KMRLന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഈ നിലപാടുകളും വ്യക്തതയും വരുത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് സ്ഥലം MP കൂടിയായിട്ടുള്ള ഹൈബി ഈഡൻ, അദ്ദേഹം ഈ ഒരു നിർദ്ദേശം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയോട് ഇത് കൂടിയാലോചിച്ച് മാത്രമേ തീരുമാനിക്കാൻ പാടുള്ളൂ എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണവും എന്തായിരുന്നു എന്ന് നോക്കാം. സർക്കാരുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കട്ടെ. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം എന്താണോ, സംസ്ഥാനത്തിന് ഗുണകരമായ തീരുമാനം എന്താണോ, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. സർക്കാരുമായി ചർച്ച ചെയ്യാതെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ഓപ്പറേഷണലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ഇത് വളരുമ്പോൾ ഇതിന്റെ എക്സ്പാൻഷൻ ഒരു MDയുടെ കീഴിൽ നിന്ന് 3 മെട്രോകളിലേക്കെല്ലാം മാറുമ്പോൾ ഒരുപാട് ആശങ്കകൾ ഉടലെടുക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകണം. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ഞങ്ങൾ കരുതുന്നില്ല. ജയ്പൂർ മെട്രോ റെയിലായി തുടരുകയാണ്. ഒരുപാട് മെട്രോ റെയിൽ അതിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുകയാണ്. ഒരു ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ പ്ലാൻ ട്രാൻസ്പോർട്ടേഷന്, സീംലെസ് ട്രാൻസ്പോർട്ടിന് വേണമെങ്കിൽ അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം ഗവൺമെന്റ് കൈക്കൊള്ളും എന്ന് ഞാൻ കരുതുകയാണ്. നിലവിൽ ഈ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനൊരു കേന്ദ്ര നിർദ്ദേശവും നിലവിലില്ല. ഇതാണ് MPയുടെ പ്രതികരണം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നിലവിൽ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും പ്രധാന നഗരങ്ങളിലും തലസ്ഥാന നഗരങ്ങളിലുമൊക്കെയാണ് ഈ മെട്രോ സർവീസ് ആരംഭിക്കുക. അതിനുശേഷം ഒരു സംസ്ഥാനത്തിന് തന്നെ അകത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് മെട്രോ വ്യാപിച്ചതോടുകൂടിയാണ് പല മെട്രോകളും സൂററ്റും അഹമ്മദാബാദും ഒക്കെ പേര് മാറ്റി ആ സ്റ്റേറ്റിലേക്ക് എത്തിയത്. ഇവിടെ ക്ലിയർ ആണ്, അതായത് കൊച്ചി മെട്രോ അത് കൊച്ചി മെട്രോ എന്ന് തന്നെയായിരിക്കും. തിരുവനന്തപുരത്തേക്ക് മെട്രോ വന്നാൽ അതിനൊരു പേരുണ്ടാകും. അത് ട്രിവാൻഡ്രം മെട്രോ എന്നോ തിരുവനന്തപുരം മെട്രോ എന്നോ അല്ലെങ്കിൽ കാലിക്കറ്റ് മെട്രോ, കോഴിക്കോട് മെട്രോ എന്ന നിലയിലൊക്കെ ആ നഗരങ്ങളുടെ പേരുകളിൽ അറിയപ്പെടാം. കമ്പനി, അതായത് ഈ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നത് ഇപ്പോൾ ഒരു ബ്രാൻഡായി തന്നെ മാറിയിട്ടുണ്ട്. നിരവധി പ്രൊജക്റ്റുകൾ എടുത്ത് നടത്തുന്ന സാഹചര്യം ഉണ്ട്. അവിടെ ഈ കമ്പനിയുടെ പേര് മാത്രമാണല്ലോ മാറ്റേണ്ടതായി വരുന്നത്. അങ്ങനെ മാറ്റുമ്പോൾ നിരവധി വകുപ്പുകളുടെ, കേന്ദ്ര സർക്കാരിൻ്റേത് ഉൾപ്പെടെയുള്ള അനുമതി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ സാങ്കേതികത്വം മാത്രമാണ്. എതിർപ്പുകൾ ഉണ്ടാകാനും വിയോജിപ്പുകൾ ഉണ്ടാകാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ പേരുമാറ്റം അവസാനിച്ച അധ്യായം അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ലല്ലോ. ഒരിക്കലും സാധ്യമാവില്ല അഭിലാഷ്. കാരണം വെച്ചാൽ ഇത് ഒരു കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രം ഇക്കാര്യങ്ങളിൽ നിലനിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനുള്ളൊരു ചുവടുകൾ ഒരുപക്ഷെ സമീപ ഭാവിയിൽ തന്നെ മറ്റു പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷെ നിലവിൽ വന്നിരിക്കുന്നത്, നേരത്തെ MP പറഞ്ഞത്, ഒരു ആശയക്കുഴപ്പം ഇത് സംബന്ധിച്ചുണ്ട്. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ തന്നെ ഈ കാര്യങ്ങൾ നേരിട്ട് ഒരു മാധ്യമങ്ങൾക്ക് ഒരു വാർത്താക്കുറിപ്പ് വഴി ഇത്തരം കാര്യങ്ങളിലേക്ക് അറിയിക്കുക എന്നതെല്ലാം പറയുമ്പോൾ അവിടെ കൂടിയാലോചന ഇല്ലായിരുന്നു എന്നതിലാണ് മുഖ്യമന്ത്രിക്കടക്കം ഒരു നീരസം ഇക്കാര്യത്തിലുണ്ടായത്. ഇതിൽ തീർത്തും വ്യക്തത വരുത്തിക്കൊണ്ട് ജനപ്രതിനിധികളും മറ്റുള്ളവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാമായിരുന്നു. കൊച്ചി മെട്രോയുടെ ആ പേര് നിലനിർത്തിക്കൊണ്ട്, ആ ഒരു അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് KMRL എന്ന് പറയുന്ന അവരുടെ ആ ഒരു മാതൃ കമ്പനിയുടെ മാത്രം പേരാണ് മാറ്റാൻ പോകുന്നത്. അല്ലെങ്കിൽ
ഈ കൊച്ചി മെട്രോ എന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ നിലനിന്ന് പോകും. അവരുടെ മറ്റ് പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ മാതൃ കമ്പനിയുടെ പേര് മാത്രമായിരിക്കും ഈ രീതിയിൽ മാറ്റപ്പെടുക. ഓരോ പ്രദേശത്ത് ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോടുമെല്ലാം പദ്ധതികൾ പ്രാവർത്തികമാകുകയാണെങ്കിൽ അത് തദ്ദേശീയമായ ആ സ്വഭാവം, അതിന് ആ ഒരു പേരുകളെല്ലാം തന്നെ ഒരുപക്ഷേ എന്നല്ല അത് ഉൾക്കൊണ്ടേണ്ടി വരുമായും. അപ്പോൾ അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകും. പക്ഷേ ഈ മാതൃ കമ്പനി എന്ന രീതിയിൽ തന്നെ അതിൻ്റെ പേര് ഇപ്പോൾ മറ്റിടങ്ങളിൽ ചെയ്യുന്നത് പോലെ കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് മാറ്റാനുള്ള ആ രീതിയിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിനെ തന്നെയും ബോധ്യപ്പെടുത്തി, ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാമായിരുന്നു. അങ്ങനെ ഒരു കാര്യങ്ങൾ ചർച്ചകൾ ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഇവിടെ എല്ലാവരും തന്നെ സൂചിപ്പിക്കുന്നത്. ജനപ്രതിനിധികളടക്കം സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. നിലവിൽ ചില ചർച്ചകൾ മാത്രമാണ്, മറ്റ് മെട്രോകൾ സംബന്ധിച്ച് മറ്റ് പദ്ധതികൾ സംബന്ധിച്ച് ചില ചർച്ചകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഈ പേപ്പറിൽ നിന്ന് മറ്റു രീതിയിലേക്ക് മാറിയിട്ടുമില്ല അതിൻ്റെ രൂപമൊന്നും. അപ്പോൾ അക്കാര്യങ്ങൾ വരുമ്പോൾ, മറ്റു പദ്ധതികൾ വരുമ്പോൾ അത് ആ രീതിയിൽ നോക്കുക. ഇപ്പോഴേ തന്നെ ഇതിൻ്റെ പേര് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടിയാലോചനകളിൽ ആശയക്കുഴപ്പങ്ങളില്ലാതെ പരിഹരിക്കപ്പെടേണ്ടതാണ്. കൊച്ചി മെട്രോയുടെ നടത്തിപ്പ് സംബന്ധിച്ചോ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചോ ഒരു ചോദ്യവും എവിടെയും ഉയരുന്നില്ല. അത് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നിരവധി യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിലേക്ക് എത്തുന്ന മറ്റുള്ളവർക്ക് ഒരു കൗതുകമായും കൊച്ചി നഗരത്തിൽ കൂടുതലായും ജോലി ചെയ്യുന്നവർക്ക് വലിയൊരു ആശ്രയമായും ഗതാഗതക്കുരുക്കിൽ ഈ കൊച്ചി മെട്രോ എല്ലാം തന്നെ മാറുന്നുണ്ട്. നമുക്കറിയാം, പോയ വർഷങ്ങളെല്ലാം തന്നെ റെക്കോർഡ് നേട്ടം, അതായത് യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ നേട്ടമെല്ലാം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഈ ഘട്ടത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നതാണ് പൊതുവിൽ ഉയരുന്നൊരു ചോദ്യം. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്നതെല്ലാം തന്നെയാണ് ജനപ്രതിനിധികളും ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ മുന്നിലാണ് ഈ അപേക്ഷ ചെന്ന് നിൽക്കുന്നത്. സർക്കാർ അതിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തി കാര്യങ്ങൾ പറഞ്ഞിരുന്നു, കൂടിയാലോചനകളില്ലായിരുന്നുവെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ സർക്കാർ കൂടി കൃത്യമായ നടപടി എടുക്കും. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷെ വിദൂര ഭാവിയിൽ അത്തരം കാര്യങ്ങളിൽ പേരുമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നടപ്പിലാക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യും. ഈ സമീപ ഭാവിയിൽ ഒരുപക്ഷെ ഉടൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശയക്കുഴപ്പമാണ് പൊതുവിലുണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ, ചർച്ച ചെയ്യാതെ കൊച്ചി മെട്രോ അധികൃതർ ഈ രീതിയിലേക്ക് ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയതിൻ്റെ ഒരു അപകടമാണ് ചൂണ്ടിക്കാണിച്ചത്. അത് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തൊട്ട് പിറ്റേന്ന് തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ഇതിലൊരു വിശദീകരണം നൽകുകയും ചെയ്തത്. അഭിലാഷ്. യെസ്, അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് മാറ്റണമെന്ന നിർദ്ദേശം KMRL മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് വിവാദമായ പശ്ചാത്തലത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ്. കമ്പനിയുടെ പേര് മാത്രം മാറ്റുക എന്നതാണ് ഉദ്ദേശിച്ചത്. പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ കൊച്ചി മെട്രോയുടെ പേര് മാറ്റുക എന്നതല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അതേസമയം ഇനി പേര് മാറ്റണോ എന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും MP തന്നെ അത് നിഷേധിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും മെട്രോയുടെ പേര്, ഒരു നഗരത്തിൻ്റെ പേരിൽ ഉള്ള മെട്രോ, അതിൻ്റെ നാമകരണം മാറ്റേണ്ടതില്ല, സംസ്ഥാനത്ത് മറ്റു പ്രൊജക്റ്റുകൾ നടന്നാൽ പോലും എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഹൈബി ഈഡന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി സർക്കാർ ആണ് തീരുമാനം കൈക്കൊള്ളേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.